ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി റിവ്യൂവിലേക്ക് സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരാഴ്ചത്തെ കഥയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ സീരിയലുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരുപയോഗിക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. സിമിലർ പ്രൊഡക്ട്സ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, താല്പര്യമുള്ളവർ നോക്കണേ. അങ്ങനെ അച്ഛനും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി ഉപേക്ഷിച്ച് നിധി സുധീഷിൻ്റെ കൈയും പിടിച്ച് പെട്ടെന്ന് സുധീഷ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിധിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. സുഭാഷും ഹരീഷും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ടും സുധീഷ് അത് കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ അകത്ത് കയറി നിധിയുടെ ചേട്ടൻ അരുണിന് 4 അടി വെച്ച് കൊടുക്കുന്നുണ്ട് സുധീഷ്. നിങ്ങൾ എന്നെ ഇത്രയും ദിവസം ഇവിടെ ഇട്ട് പന്താടിയില്ലേ, ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ സുധീഷല്ല. അങ്ങനെ പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പോകാൻ നേരം സുധീഷ് നിധിയോട് പറയുന്നുണ്ട്, നമ്മൾ 5 പേരില്ലേ, നമ്മളിങ്ങനെ നടന്നു വീട്ടിൽ പോകും, അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുക്കാം. ഈ വണ്ടിയിലാണ് അവരെന്നെ തട്ടിക്കൊണ്ട് പോയത്, ഇതിൽ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. സുഭാഷും നികേഷൊക്കെ അത് വേണ്ടാന്ന് പറയും കേട്ടോ. പക്ഷെ നിധി സുധീഷിൻ്റെ കൂടെ തന്നെ നിൽക്കും. അവർക്ക് വണ്ടി വേണമെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തോട്ടെ എന്ന് പറയും കേട്ടോ നിധി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ വണ്ടിയിൽ തന്നെ വീട്ടിൽ തിരിച്ചെത്തും. നിധിയാണെങ്കിൽ എല്ലാവരോടും മാറി മാറി സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ അച്ഛനും ചേട്ടനും കാരണമല്ലേ ഇവർക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വന്നത്. അതിൽ നിധിക്ക് ഭയങ്കര സങ്കടമുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഭാസ്കരനാണെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ലാത്ത മട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. നടന്ന സംഭവത്തെപ്പറ്റി ഇവരോടൊന്നും ചോദിക്കൊന്നുമില്ല. അത് കാണുമ്പോൾ നിതീഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മളോടൊരു വാക്ക് ചോദിച്ചോ? അപ്പം സുഭാഷ് പറയുന്നുണ്ട്, അത് വിടടാ, അച്ഛനല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പം നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അച്ഛൻ്റെ പ്ലാനിനെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പോയത്? അപ്പം സുധീഷ് പറയുന്നുണ്ട്, ഇത്രയധികം പൈസയും സ്വർണ്ണമൊക്കെ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും അർജൻറ്റായിട്ടുള്ള കാര്യമായിരിക്കുന്നു, പിന്നല്ലേ മനസ്സിലായേ അതൊരു ട്രാപ്പായിരുന്നു എന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിധിയുടെ വീട്ടുകാരൊക്കെ നീ ആ പണവും സ്വർണവും കൊണ്ട് മുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നിധി മാത്ര നിനക്ക് വേണ്ടി വാദിച്ചു നിന്നത്. സുധീഷ് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടത്തി ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു നിമിഷമെങ്കിലും ഞാൻ ചിന്തിച്ചു നീ ആ പണവും സ്വർണം കൊണ്ട് മുങ്ങിയോന്ന്. ഇത് കേട്ടപ്പോൾ ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, അപ്പം അത് ശരിക്കും ഗോൾഡ് തന്നെയായിരുന്നോ, അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി നിന്റെ അച്ഛൻ ഗോൾഡ് പോലത്തെ എന്തെങ്കിലും വെച്ചതാണോ? അപ്പം നിധി പറയുന്നുണ്ട്, അല്ല അത് ശരിക്കും ഗോൾഡ് തന്നെയാണ്, മുമ്പും ഇതേപോലൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെ ഏട്ടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, ഓ ഭാഗ്യയായി. അപ്പം സുഭാഷ് ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പം സുധീഷ് തൻ്റെ പോക്കറ്റിലിരുന്ന 2 ഗോൾഡ് കോയിൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ അതിൽ നിന്ന് എടുത്തതാ, ആ ഗുണ്ടകൾ കാണാതെ. അത് കണ്ടതും എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, ഞാനിത് മോഷ്ടിച്ചു ഒന്നല്ല, പിന്നെ എനിക്ക് ഇത്രയും പരിക്കൊക്കെ പറ്റിയില്ലേ, അപ്പോൾ മെഡിക്കൽ ചെലവുകളൊക്കെ ഒരുപാട് വരില്ലേ, അതിന് കാശ് എവിടെ നിന്ന്, അതുകൊണ്ട് മാത്രം എടുത്തതാ. ഇത് കാണുമ്പോൾ സുഭാഷിന് ദേഷ്യം വരും കേട്ടോ. നീ എന്ത് പണിയടായി കാണിച്ചത്? നിധിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പെട്ടെന്ന് നിധി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷിനോടായിട്ട് പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ഞാൻ സുധീഷിൻ്റെ ഒപ്പാ, സുധീഷ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അവർ കാരണല്ലേ സുധീഷിന് ഇത്രയും പരിക്ക് പറ്റിയത്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. ഇതുപോലെ ഞാനും ഒരു സാധനം എടുത്തു കൊണ്ടിട്ടുണ്ട്. അപ്പം സുധീഷ് ചോദിക്കുന്നുണ്ട്, പൈസ എങ്ങനെയാണോ? അപ്പം നിധി പേഴ്സ് തുറന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ID കാർഡും ആധാർ കാർഡും പാൻ കാർഡും ഒക്കെയാണ്. ഇതിന് വേണ്ടിയിട്ടല്ലേ അവരെന്നോട് ഇത്രയും ബഹളമൊക്കെ വെച്ചത്. അപ്പോൾ വരുമ്പോൾ അവരറിയാതെ ഞാൻ ഇതും കൂടി എടുത്തുകൊണ്ട് പോന്നു. അത് കണ്ടതും എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നികേഷിന് പനി പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടായിരിക്കാം പനി വന്നതെന്ന് നികേഷ് പറയുന്നുണ്ട്. സുഭാഷിനാണെങ്കിൽ നികേഷ് ഇങ്ങനെ പനിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല. അപ്പം നിധി പറയും, ചേട്ടൻ പേടിക്കണ്ട, നികേഷിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, സുഭാഷ് ചേട്ടൻ ജോലിക്ക് പോകാൻ നോക്കും. അങ്ങനെ നിധി പറഞ്ഞതനുസരിച്ച് സുഭാഷ് ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ സുധീഷിനൊരു ഐഡിയ, വയ്യാതെ നുണ പറഞ്ഞിവിടെ ഇരുന്ന നിധിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാലോ. അങ്ങനെ സുധീഷ് വയ്യാത്ത പോലെ അഭിനയിക്കും കേട്ടോ. ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ കാരണം ശരീരം ആസകലം വേദന എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സുധീഷ് മുടങ്ങിയിരിക്കുന്നത്. അത് നിധി വിശ്വസിക്കുകയും ചെയ്തു. അതിനിടയിൽ നിധി വേറെ കമ്പനികൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നികേഷിൻ്റെ പനി കുറയുന്നുണ്ട്. സുഭാഷ് വന്നപ്പോഴേക്കും നികേഷ് പറയുന്നുണ്ട്, ഏട്ടത്തെ എന്നെ നന്നായി നോക്കി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നൂന്ന്. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ രാത്രി ഒരു ഓട്ടം കിട്ടിയിട്ട് സുധീഷ് പോകുന്നുണ്ട് കേട്ടോ. നേരെ ഒരുപാട് വൈകിട്ടും സുധീഷിനെ കാണാതായപ്പോൾ നിധിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലുള്ള ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് വരുന്നവരെ നിധി ഇങ്ങനെ ഉറക്കൊളച്ച് കാത്തിരിക്കുന്നുണ്ട്. സുധീഷിൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടതും നിധി ഓടി വന്ന് കതക് തുറക്കുന്നുണ്ട്. നിധി ഉറക്കൊളച്ച് കാത്തിരിക്കുന്നത് കണ്ടിട്ട് ഉറങ്ങായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്.
അപ്പം നിധി പറയും ബാക്കി എല്ലാവരും ഉറങ്ങിയ കാരണം ഞാൻ കാത്തിരുന്നേന്ന്. അങ്ങനെ നിധി പോയി കിടക്കൂട്ടോ. അപ്പം ഹരീഷ് വന്ന് സുധീഷിനോട് പറയും, അതൊന്നല്ല, ഏടത്തേക്ക് നിന്നോട് എന്തോ ഒരു ലവ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിന്നെ കാണാതായപ്പോൾ മുതൽ ഏടത്തെ ടെൻഷനില്ല. എത്ര നേരം നീ വരുന്നത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ സുധീഷിന് ഭയങ്കര സന്തോഷമാവട്ടോ. ഇനി നിധിക്ക് ശരിക്കും ഇഷ്ടം തോന്നിയത് കൊണ്ടാണോ ഈ കാത്തിരുന്നെന്ന് വിചാരിക്കൂട്ടോ സുധീഷ്. പിറ്റേ ദിവസം നിധിയോട് അതേപറ്റി ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പം നിധി പറയും, അതൊന്നുമല്ല, ഇനി അച്ഛനും ചേട്ടനെങ്ങാനും നിങ്ങളെ വീണ്ടും തട്ടിക്കൊണ്ടു പോയോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ടെൻഷൻ അടിച്ചോളുന്നതെന്ന് പറയൂട്ടോ നിധി. അത് കേൾക്കുമ്പോൾ സുധീഷിന് ആകെ വിഷമവും. ഇതിനിടയിൽ ഹരീഷും നീതും തമ്മിൽ തെറ്റുന്നുണ്ട് കേട്ടോ. നീതു വിളിച്ചിട്ട് ഫോൺ എടുക്കാതാവുമ്പോൾ തുരുതുരാ മെസ്സേജ് അയക്കുന്നുണ്ട് നീതു. അത് കണ്ട് ഫ്രസ്ട്രേറ്റഡായി ഹരീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നീതു വർക്ക്ഷോപ്പിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഹരീഷിനോട്. ഹരീഷാണെങ്കിൽ എനിക്ക് നിന്നെ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിണക്കി വിടുന്നുണ്ട് നീതുവിനെ. അങ്ങനെ നീതു നേരെ വീട്ടിൽ വന്ന് നിധിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണ് കേട്ടോ കഴിഞ്ഞ സംഭവങ്ങളെ പറ്റി നീതുവിനോട് പറയുന്നത്. അതോടെ നീതുവിന് ഹരീഷിനോടുള്ള ദേഷ്യം മാറുന്നുണ്ട്. അപ്പോഴേക്കും നിധിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധിയും സുധീഷും കൂടി ഇൻ്റർവ്യൂവിന് പോവാം. സുധീഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒന്നും മിണ്ടാത്തേ, അല്ലെങ്കിൽ വായടയ്ക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നതാണല്ലോ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, എന്നോട് സ്നേഹമില്ലാത്തവരോട് ഞാനും മിണ്ടാറില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാ നിന്റെ അച്ഛനും ചേട്ടനും എതിരെ കേസ് വരുമെന്ന് പേടിച്ചിട്ടല്ലേ ഇന്നലെ എന്നെ കാത്തിരുന്നത്. അപ്പം നിധി പറയുന്നുണ്ട്, ഓ അതാലോചിച്ചിട്ടാണോ? അങ്ങനെയൊന്നല്ല, എൻ്റെ അച്ഛനും ചേട്ടനും കാരണം നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ടെൻഷൻ അടിച്ചിരുന്നോർന്ന്. അത് കേട്ടോടുകൂടി സുധീഷ് ഹാപ്പി ആയിട്ടോ. പിന്നെ സുധീഷാണെങ്കിൽ വർത്താനം നിർത്തുന്നില്ല. അപ്പം നിധി പറയുന്നുണ്ട്, ഇതിലും ഭേദം മിണ്ടാതിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും നിധിക്ക് ജോലി കിട്ടുന്നുണ്ട്. അതോടെ നിധി ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഈ സന്തോഷ വാർത്ത സുഭാഷിനെ അറിയിക്കാൻ വേണ്ടി നിധിയും സുധീഷും കൂടെ നേരെ സുഭാഷിൻ്റെ വർക്കിംഗ് സൈറ്റിലോട്ടാണ് കേട്ടോ വരുന്നത്. അവിടെ വെച്ച് ആ ഹിന്ദിക്കാരി പെൺകുട്ടിയെ കാണുന്നുണ്ട് ഇവർ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. നിധിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞോടെ സുഭാഷ് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ജോലി കിട്ടിയ സന്തോഷത്തിൽ പിറ്റേ ദിവസം നിധി നികേഷിനെയും കൂട്ടിപ്പോയി എല്ലാവർക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷിനെ വെച്ച് ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ നിധി. എല്ലാം തന്നെ നല്ല വില കൂടിയ ഡ്രസ്സുകളാണ്. സുഭാഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഇത്രയും വില കൂടിയ ഡ്രസ്സ് തനിക്ക് ആരും വാങ്ങിച്ചു തന്നിട്ടില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സുഭാഷ്. സുധീഷാണെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തിട്ടും തനിക്ക് മാത്രം തന്നില്ലല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഹരീഷും നികേഷും സുധീഷിനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തു, ചേട്ടന് മാത്രം ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. സുധീഷിനാണെങ്കിൽ വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും നിധി റൂമിൽ നിന്ന് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ സുധീഷ് പോയി ചോദിക്കും, എനിക്ക് മാത്രം ഡ്രസ്സ് എടുത്തില്ലേന്ന്. അപ്പോൾ നിധി പറയും ഇല്ലാന്ന്. അതോടെ സുധീഷിൻ്റെ മുഖം പോട്ടോ. സത്യത്തിൽ സുധീഷിനുള്ള ഡ്രസ്സ് നിധിയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ നിധി ആ ഡ്രസ്സ് എടുത്ത് സുധീഷിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും സുധീഷ് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം നിധി ഓഫീസിൽ പോയി ജോയിൻ ചെയ്യാൻ കേട്ടോ. ഓഫീസിലുള്ള എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നിധിയോട് സംസാരിക്കുന്നത്. അതിലൊരു പെൺകുട്ടിയായിട്ട് നിധി നന്നായി കൂട്ടാവുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടി നിധിയുടെ വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. ഇപ്പം എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി. അപ്പം നിധി പറയും ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണെന്ന്. മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് കേട്ടോ നിധി പറയുന്നത്. അത് പറയുമ്പോൾ നിധിക്കൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നിധി തൻ്റെ കല്യാണം കഴിഞ്ഞ ആ സാഹചര്യമൊക്കെ ഓർക്കും. എന്നിട്ട് വിചാരിക്കും താൻ സത്യം തന്നെയല്ലേ പറയുന്നത്, അത് ഒരു കല്യാണമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഓഫീസ് വിട്ട് വരുന്ന വഴിക്ക് ഒരു സ്ത്രീയായിട്ട് നിധി കൂട്ടിമുട്ടു കേട്ടോ. അവരെ കണ്ടതും നിധിക്ക് നല്ല പരിചയം തോന്നുന്നുണ്ട്. പക്ഷെ ആരാന്ന് മാത്രം അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഓർത്ത് നോക്കുമ്പോഴാണ് കേട്ടോ ചെറുപ്പത്തിൽ നിതീഷിനെ എടുത്തുകൊണ്ടിരിക്കുന്ന നിതീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിൽ അതേ സ്ത്രീയുടെ മുഖച്ഛായയാണ് കേട്ടോ അവർക്ക്. അങ്ങനെ വീട്ടിൽ വന്ന് നിധി ഭാസ്കറിനോട് ഇതേപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ തന്നെ ഇതൊക്കെ വന്ന് എന്നോട് പറയും, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരാഴ്ചയിലെ കഥ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്